ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, സായാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പോസിറ്റിവിറ്റിയുടെ പിന്നാലെയാണല്ലേ. എല്ലാവർക്കും പോസിറ്റീവ് വൈബ്സ് വേണം. നമ്മളതിന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. പക്ഷെ ഈ പോസിറ്റിവിറ്റി അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ ടോക്സിക് ആവുമെന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും അണ്ടർലൈങ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാതെ അതിനു മുകളിൽ നമ്മൾ പോസിറ്റീവായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. ഒരു ഫോഴ്സിങ് പോലെ. അത് ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ളവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിന് അത് അർഹിക്കുന്ന അല്ലെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ലെങ്കിൽ അത് നമുക്ക് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിനെയൊക്കെ മുന്നോട്ട് നയിക്കാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂള് തന്നെയാണ് പോസിറ്റിവിറ്റി, ഓപ്റ്റിമിസം എന്നൊക്കെ പറയുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ബാലൻസിങ് ആണ് ആവശ്യം. ഇവിടെ നമുക്ക് ബാലൻസിങ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്യൂസ് നമ്മൾ സപ്രസ് ചെയ്ത് ഒരു പോസിറ്റിവിറ്റിയുടെ മാസ്ക് ഇട്ട് നടക്കുമ്പോൾ അത് നമ്മളെ ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ അതുപോലത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെ അംഗീകരിക്കാനോ പരിഹരിക്കാനോ ഒന്നും ശ്രമിക്കാതെ അതിൻ്റെ മുകളിൽ ഒരു പോസിറ്റിവിറ്റിയുടെ മൂടിയിട്ട് നടക്കുന്നത് ശരിയായൊരു കാര്യമാണ്? ഒരിക്കലുമല്ല. പക്ഷെ അതൊരിക്കലും മനഃപൂർവ്വം ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. പലപ്പോഴും നമുക്ക് ഈ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടോ ഭയം കൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാതെ അതിൻ്റെ മുകളിൽ പോസിറ്റീവായിട്ട് നടക്കാൻ, പോസിറ്റിവിറ്റീനെ നമ്മളിൽ തന്നെ ഫോഴ്സ് ചെയ്ത് കൊണ്ട് നടക്കാൻ നിർബന്ധിതരാവുന്നത്. നമ്മളിലുള്ള പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോസിറ്റിവിറ്റി ടോക്സിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മുടെ ഹെൽത്തി പോസിറ്റിവിറ്റിയും ടോക്സിക് പോസിറ്റിവിറ്റിയും തമ്മിൽ അതിൻ്റെ ഇടയിൽ ചെറിയൊരു നേർത്ത അതിർവരമ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഈ സംഭവത്തിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് നമ്മളോട് സ്വയമോ നമുക്ക് ചുറ്റുമുള്ളവരോടോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളോടോ ഒക്കെ ആവാം. ടോക്സിക് പോസിറ്റിവിറ്റിക്ക് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് കോഫി ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഫ്ലോറിലേക്ക് അത് സ്പില്ലായിപ്പോയി, പെട്ടെന്ന് തൂവിപ്പോയി. നമ്മൾ ആ കോഫി ക്ലീൻ ചെയ്യുന്നതിന് പകരം അതിനു മുകളിൽ നല്ല ഭംഗിയുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചിട്ടെന്ന് വെക്കുക. എന്താണ് സംഭവിക്കുക? കാലക്രമേണ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സ്മെല്ല് വരാൻ തുടങ്ങും, അല്ലേ? ആ കാർപ്പറ്റ് നാശമാവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ആ കോഫി അവിടെ തന്നെ ഉണ്ട്. അണ്ടർലൈങ് ആയിട്ടുള്ള നമ്മുടെ ഇഷ്യൂസ് അവിടെ തന്നെ ഉണ്ട്, അത് എവിടെയും പോയിട്ടില്ല. അതിന് മുകളിൽ നമ്മളൊരു മാസ്ക് അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് എടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നിരിക്കെ അതിൻ്റെ മുകളിൽ പോസിറ്റിവിറ്റിയുടെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ട് പ്രശ്നമില്ല എന്ന് നടിച്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ശരിക്ക് ടോക്സിക് പോസിറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു മാസ്ക് ഇട്ടിട്ട് ഒരു പുഞ്ചിരീനെയൊക്കെ നമ്മുടെ മുഖത്ത് ഫോഴ്സ് ചെയ്ത് കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയോ ടോക്സിക് പോസിറ്റിവിറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിയാന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോസിറ്റിവിറ്റി ടോക്സിക് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ സ്റ്റക്കായി പോവും. കാരണം പുറത്തേക്ക് നമ്മൾ എത്ര പോസിറ്റീവ് വൈബ് കാണിച്ചാലും നമ്മുടെ ഇഷ്യൂ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യുക തന്നെ വേണം. അതല്ലാതെ അതിന് ഒരു ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പ്രശ്നം നമുക്ക് റിസോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം വേണ്ടത് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചില സമയത്തൊക്കെ നമ്മുടെ ലൈഫിൽ വിഷമം ഉണ്ടാവുന്നു, നിരാശ ഉണ്ടാവുന്നു, നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നു, ഡിപ്രസ്ഡ് ആവുന്നു. ഇറ്റ് ഈസ് നോർമൽ, വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിക്കണം. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനോട് നമ്മുടെ മനസ്സ് കണ്ടെത്തിയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് തന്നെയാണ് ഇതൊക്കെ. അതിനെ നമ്മൾ ശരിയായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിനെ അത് ഒരു ഫെയിലിയറിലേക്ക് കൊണ്ടെത്തിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നായിരിക്കണം. നമ്മൾ
പ്രശ്നങ്ങളെ ധൈര്യത്തോടെ ഫേസ് ചെയ്യുക എന്നുള്ളത്, അത് അംഗീകരിക്കുക എന്നുള്ളത്, ആവശ്യമെങ്കിൽ സഹായം തേടുക എന്നുള്ളതൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റീനെ പോലും സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ഉള്ളിൽ ഒരുതരം കുറ്റബോധം ഉണ്ടാക്കും. നമ്മൾ വളരെ എക്സ്ട്രീമായിട്ട് പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്കതിന് സ്വാഭാവികമായിട്ടും കഴിയില്ല. കാരണം അതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഫീലിങ്സിന് അടിച്ചമർത്തപ്പെടുന്നത് വഴി നമ്മൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കാനും നമുക്ക് സ്ട്രെസ് മൂലമുണ്ടാകാവുന്ന ഡിസോർഡേഴ്സ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. എല്ലായ്പ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. നമ്മൾ കുറേ നാളത്തേക്ക് ടോക്സിക് പോസിറ്റിവിറ്റിയുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുമ്പോൾ അത് നമ്മുടെ ഒരു വൈകാരികമായിട്ടുള്ള വളർച്ച, ഇമോഷണൽ ഗ്രോത്തിനെ കൂടി ബാധിക്കും. അപ്പോൾ ശരിയായ രീതിയിൽ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ നമുക്ക് കഴിയാതെ വരും. ഇനി നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ഇമോഷൻസിനെ അംഗീകരിക്കുക. നെഗറ്റീവ് ഇമോഷൻസിനെ വളരെ സ്വാഭാവികമായിട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നമ്മളോട് തന്നെ കമ്പാഷനേറ്റ് ആയിരിക്കുക, കരുണയുള്ള ായിരിക്കുക. മൂന്നാമത്തേത്, ഈ ടോക്സിക് പോസിറ്റിവിറ്റി നമ്മളിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളുമായിട്ട് പോസിബിൾ ആയിട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നാലാമത്തേത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോസിറ്റിവിറ്റി ആരോഗ്യകരമായ രീതിയിലുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് വൈകാരികമായിട്ടുള്ളൊരു അവബോധം, ഇമോഷണൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും അവസാനത്തേത്, എപ്പോഴും പറയുന്ന പോലെ ഒരു സഹായം ആവശ്യമെന്ന് തോന്നുമ്പോൾ അത് തേടാൻ മടിക്കാതിരിക്കുക. ടോക്സിക് പോസിറ്റിവിറ്റിയെ കുറിച്ചുള്ള ഒരൊറ്റ പാർട്ട് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയും ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതും ടോക്സിക് പോസിറ്റിവിറ്റിനെ കുറിച്ച് തന്നെ ആയിരിക്കും. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മടിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.